നമസ്കാരം. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര പോരാട്ടം വീണ്ടും കടുക്കുകയാണ്. ഇത്തവണ വിഷയം ബലൂചിസ്ഥാനാണ്. ബലൂചിസ്ഥാനിൽ സമാധാനം തകർക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നു എന്ന പാകിസ്ഥാന്റെ ഗുരുതരമായ ആരോപണങ്ങളെ ഇന്ത്യ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അയൽരാജ്യത്തിന്റെ പരാജയങ്ങൾ മറച്ചുവെക്കാൻ ഇന്ത്യയെ കരുവാക്കുന്നത് പതിവാണെന്ന് വിദേശകാര്യ മന്ത്രാലയം തുറന്നടിച്ചു. എന്താണ് യഥാർത്ഥത്തിൽ ബലൂചിസ്ഥാനിൽ സംഭവിക്കുന്നത്? പാകിസ്ഥാൻ എന്തൊക്കെയാണ് ആരോപിക്കുന്നത്? നമുക്ക് വിശദമായി നോക്കാം. ബലൂചിസ്ഥാനിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിഘടനവാദി സംഘടനകൾ ശക്തമായ ആക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നത്. ഇതിന് പിന്നിൽ ഇന്ത്യയുടെ റോ ആണെന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയവും സൈന്യവും ഒരുപോലെ പറയുന്നത്. പ്രധാനമായും 3 കാര്യങ്ങളാണ് അവർ ആരോപിക്കുന്നത്. ബലൂച്ച് ലിബറേഷൻ ആർമി പോലുള്ള സംഘടനകൾക്ക് ഇന്ത്യ സാമ്പത്തികവും ആയുധപരവുമായ സഹായം നൽകുന്നു. പാകിസ്ഥാനിലെ ചൈനീസ് നിക്ഷേപങ്ങളും സിപെക് പദ്ധതിയും തകർക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നു. ബലൂചിസ്ഥാനിലെ സായുധ ഗ്രൂപ്പുകൾക്ക് ഇന്ത്യ പരിശീലനം നൽകുന്നു. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ രാജ്യാന്തര സമൂഹത്തിന് മുന്നിൽ ഇന്ത്യയെ ഒരു ഭീകരവാദ സ്പോൺസറായി ചിത്രീകരിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളെ ഇന്ത്യ പുച്ഛിച്ചു തള്ളി. ഇന്ത്യൻ വിദേശകാര്യ വക്താവ് പറഞ്ഞത് സ്വന്തം വീട് ഭരിക്കാൻ കഴിയാത്തവർ അയൽക്കാരെ കുറ്റം പറയുകയാണ് എന്നാണ്. ഇന്ത്യയുടെ മറുപടിയിലെ പ്രധാന പോയിന്റുകൾ ഇവയൊക്കെയാണ്. ബലൂചിസ്ഥാനിലെ ജനങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന അടിച്ചമർത്തലുകളും മനുഷ്യാവകാശ ലംഘനങ്ങളും പാകിസ്ഥാൻ മറച്ചുവെക്കുകയാണ്. അവിടെ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ ഇന്ത്യ ഉണ്ടാക്കുന്നതല്ല, മറിച്ച് പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഭരണ പരാജയത്തിൻ്റെ ഫലമാണ്. സ്വന്തം പരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു സ്ഥിരം തന്ത്രം മാത്രമാണ് പാകിസ്ഥാൻ്റെ ഈ ആരോപണങ്ങൾ. എന്തുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇത്രയധികം ഭയപ്പെടുന്നത്? ബലൂചിസ്ഥാനിൽ പാക് സൈന്യത്തിന് കനത്ത നാശനഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. വിഘടനവാദികൾ സൈനിക വാഹനങ്ങൾ ആക്രമിക്കുകയും ഉദ്യോഗസ്ഥരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നത് പതിവായിരിക്കുകയാണ്. ബലൂചിസ്ഥാനിലെ വിഭവങ്ങൾ പാകിസ്ഥാൻ കൊള്ളയടിക്കുന്നുവെന്നും തങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്നുള്ളതുമാണ് അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം. ഈ ആഭ്യന്തര കലഹത്തെ നേരിടാൻ കഴിയാതെ വരുമ്പോഴാണ് പാകിസ്ഥാൻ ഇന്ത്യൻ കൈ എന്ന ആരോപണം പുറത്തെടുക്കുന്നത്. ചുരുക്കത്തിൽ ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ്റെ ഒരു മുറിവായി തുടരുകയാണ്. അവിടെ സമാധാനം കൊണ്ടുവരുന്നതിന് പകരം ഇന്ത്യക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പരിതാപകരമാണെന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നു. ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങളിൽ പരാജയപ്പെട്ട ഒരു രാജ്യം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര തലത്തിൽ അവർക്ക് തന്നെ തിരിച്ചടിയാവുകയാണ്. അതേസമയം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിൽ പാക് സൈനികർ പിന്തിരിഞ്ഞോടുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.